ഇന്നില്ലേ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തിനാ വെച്ചാൽ ആടെയാണ് കേട്ടോ ഡ്രസ്സെല്ലാം അലക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടി ഇടുന്നത്. അങ്ങനെ ആടെ പോയിട്ട് ഷർട്ടൊക്കെ എടുത്തോണ്ടിട്ടുണ്ടായിന്. ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ഷർട്ട് ഇടുന്നതാണ് എൻ്റെ മാപ്പിള പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഞാനത് ഇസ്തിരി ഇടാന്ന് വിചാരിച്ചേ. അപ്പൊ തലേന്ന് ഇസ്തിരി ഇട്ട് വക്കലുണ്ട്. പക്ഷേ എങ്കിലേ ഇങ്ങനെ ഹാങ്ങർമ്പിൽ വെച്ചാൽ അയ്യോ എന്തോ ഒരു പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ രാവിലെ ഇസ്തിരി ഇടാന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോ അടുക്കളയിൽ പോയൊരു ഉമ്മ കറിയൊക്കെ ഉണ്ടാക്കിനി. ഇപ്പൊ ഇന്നാണെങ്കിൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി രാവിലെ നാസ്ത കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. മീൻ ഏതായാലും പൊരിക്കാൻ വെച്ചതല്ലേ. അപ്പൊ ഞാൻ മീൻ പൊരിക്കാന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് മീൻ പൊരിക്കാൻ വേണ്ടി ഇട്ട് ഒരു സൈഡ് നന്നായി പൊരിഞ്ഞ് വന്നപ്പോൾ മറിച്ചിട്ടിട്ടുണ്ടായിനെ. അന്നപ്പോൾ ഞാൻ എന്താക്കി ടൈം ലാപ്സിലേക്ക് എടുത്തിട്ടുണ്ടായത്. ചില സമയത്ത് ഉണ്ടല്ലോ ഈ മീനൊന്നും തിരിച്ചിടാനും പറ്റുന്നില്ല. പിന്നെ ടൈം ലാപ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞറിയിച്ചുകൊണ്ട് നിങ്ങൾ എന്തായാലും നോക്കുക. പിന്നെ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയും അങ്ങനെ കുറച്ച് ചുട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാ അറിയില്ല, ഇന്ന് രാവിലെ തന്നെ മോൾ എണീച്ചിട്ടുണ്ടായി. അപ്പൊ ഇന്ന് നോക്ക് ഞാൻ സോയാബീൻ ഒരു കറിയാക്കിയിട്ടും അതേപോലെ തന്നെ ദോശയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത്. ചോറ് വേണ്ടാന്നോള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ചോറ് കൊടുക്കണ്ടാന്നേ, വെറുതെ നമ്മൾ നിർബന്ധിച്ചിട്ട് നമ്മൾ ഇഷ്ടത്തിന് പിള്ളേർക്ക് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനാണെങ്കിൽ ഈ ഒരു ടിപ്പി അങ്ങനെ ഞങ്ങൾക്ക് പൂട്ടാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പത്തേക്ക് അതിന്റെ ഒരു സൈഡ് പുറത്തേക്ക് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ടായത്. അങ്ങനെ ടിപ്പിയെല്ലാം അതിന്റെ ഉള്ളിൽ വെച്ച് ഇതിനെടുക്കോള് ദോശ കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് ദോശ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായി. പിന്നെ ഹസ്ബൻഡിന് പോകാനായ സമയമായപ്പോഴത്തേക്ക് ഞാൻ നാസ്തയിൽ എടുത്ത് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ടായിന്. ഇന്ന് ഞാൻ കട്ടൻ ചായ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ പാൽ ചായ ആക്കിയില്ലെങ്കിൽ അപ്പോൾ കുടിക്കാണ്ട് നോക്കാൻ കേട്ടോ. കട്ടൻ ചായ ആക്കി കൊടുത്തോണ്ട് ലേറ്റ് ആയതുകൊണ്ട് കുടിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിന്. ഇന്ന് നല്ല ആകാശമാണോ നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം പുറത്ത് പോയി ഇരുന്നിട്ടുണ്ടായിനെ. മോർണിംഗ് ഡ്രിങ്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജീരകവും അതേപോലെ തന്നെ പട്ടേൻ്റെ ഇതാണ് കേട്ടോ. പട്ടയില്ലേ, കറുവപ്പട്ട, അതിട്ട് തിളപ്പിച്ചതാണ്. പിന്നെ ഞാൻ എൻ്റെ ഗ്ലാസ്സെല്ലാം എടുത്ത് മേലേക്ക് പോയി, അല്ല ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ന് പുറത്ത് ആകാശം ഒരു എന്തോ ഒരു മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ പെയ്തിട്ടില്ല. വൈകുന്നേരം ആയ സമയത്ത് ചെറിയ മഴ പെയ്തിട്ടുണ്ടായിന്. പിന്നെ ഇന്ന് ക്ഷാമം ഉണ്ടായിന് കേട്ടോ. അങ്ങനെ പിള്ളേർ കുറച്ച് നേരം കളിക്കുന്നുണ്ടായിന്. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അനിയത്തി വേന ഉണ്ടാക്കിയത് ഒരു 12 മണിയായ സമയത്ത് അമ്മ കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാനത് എടുത്തുകൊണ്ട് പോയി ഇറയത്ത് പോയി ഇരുന്നിട്ട് അങ്ങനെ ഈ കേക്കിനും ചെയ്തിട്ടുണ്ടായത്. രാവിലത്തെ ചിക്കൻ കറി ഉണ്ടാക്കി പറഞ്ഞില്ല, അപ്പോൾ അതേ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടായതും. പിന്നെ കുറച്ച് നേരം പുറത്തെല്ലാം ഇങ്ങനെ നോക്കിയിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിന്. ഇങ്ങക്ക് ഉപ്മാവ് ഇഷ്ടമാണോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല. മോള് രാവിലെ പോയാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പത്തേക്കും എല്ലാ പണിയും ഒരുങ്ങിയിട്ടുണ്ടാവും. പിന്നെ അടിച്ചു വാരലും തുടക്കലും പിന്നെ ഏതായാലും മെഷീനിൽ അലക്കാന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം ഇതിനോട്ട് അലക്കിയിട്ടും ഉണ്ടായത്. പിന്നെ ഒരു മാഗിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരു വലിയ ചീൻചട്ടി എടുത്തിട്ട് അനിയത്തി ഇതാ മാഗി ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് കുത്തി ഇളക്കി എല്ലാം ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർക്ക് കൊടുക്കാമല്ലോ. മോള് വരുമ്പോൾ ഓക്കും കൊടുക്കാം. മാഗി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് കുറേ ആയി കേട്ടോ. അപ്പം അടക്കല മാഗി തിന്നെന്ന് വെച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഡെയിലി ഇത് എടുക്കാനും പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്ന് അലക്കിയിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ എന്താക്കി വൈകുന്നേരം എല്ലാം ഒന്ന് ചുട്ടിട്ട് അങ്ങനെ അലക്കിയിട്ടുണ്ടായിരുന്നു. 4:20 ആകുമ്പോഴത്തേക്ക് ഞാൻ താഴെ വീട്ടിൽ പോയി നിൽക്കും. എന്ന് വെച്ചാല് അപ്പത്തേക്കാണ് കേട്ടോ എൻ്റെ മോള് വരാം. അപ്പോൾ അതാ ചെറിയ മഴ പെയ്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും ഓളെ കൊടയിന് എടുക്കാതെ അതിലേക്ക് പോകുമ്പോൾ മിറ്റം വരാം വണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കൊടയൊന്നും അങ്ങനെ എടുക്കലില്ല. പിന്നെ താഴെ എന്തായാലും ഒരു കൊടയുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ടാണ് ഓളെ കൂട്ടാൻ പോക്ക്. ഇന്നാണെങ്കിൽ സ്കൂളിൽ കളർ ബുക്ക് എല്ലാവർക്കും കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുഴപ്പേനു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ അതിന് പേര് കൊടുത്തിട്ടുണ്ടായി. ഇവിടെ കളർ ബുക്കും പെൻസിലൊക്കെ ഉണ്ട്, കളർ പെൻസിലൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ ഇനി സ്കൂളിൽ നിന്ന് വാങ്ങണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഓക്ക് കുറച്ച് വായിക്കാനൊക്കെ ഉണ്ടായിന്. നമ്മൾ അതൊക്കെ ചെയ്ത് വൈകുന്നേരം ഞാനൊരു വിത്തൗട്ട് കോഫി ഉണ്ടാക്കി. എന്തോ വയറ്റിന് എരിച്ചിലോലി ഉണ്ടായിരുന്നു. 2 റസ്കും കൂടി എടുത്ത് കഴിച്ചിട്ടുണ്ടായിനെ. പിന്നെ ഞാൻ വന്നിട്ട് രാത്രിക്കാണ് വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടായത്. എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്നതിനുള്ള കാര്യമേ ഓർമ്മയുണ്ടായിട്ടില്ല കേട്ടോ. അന്നേരം മോള് പറഞ്ഞ് വിശക്കുന്നേ. അപ്പം ഞാൻ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കിനെ. അപ്പോൾ ഒരു മുട്ട ഇങ്ങനെ ഓംലെറ്റ് ആക്കിയിട്ട് അത് തിന്നാൻ കൊടുത്തിട്ടുണ്ടായിനെ. പിന്നെ നമ്മളില്ലേ ഇന്ന് വന്നിട്ട് ഈ ബ്രോസ്റ്റ് ഉണ്ടാക്കാന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. ഈ ഒരു പൗഡറും അതിന്റെ ഒരു മിക്സും ഉണ്ടായാലും അത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഇതിന്റെ ഈ ഒരു സ്പൈസ് പൗഡർ ഉണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മാരിനേഷൻ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിനെ. എന്നിട്ട് ഇപ്പോൾ അതിലേക്ക് ബ്രോസ്റ്റ് പൗഡർ അതും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വീണ്ടും പൗഡറിൽ ഇതാക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മളങ്ങനെയൊന്നും ആക്കാൻ നിന്നില്ല കേട്ടോ. വേഗം അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പൗഡറിന്. പിന്നെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ ഞാൻ സിമ്മിൽ വെച്ചിട്ട് നല്ലോണം മുരിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് കളർ ലേശം ഫെയ്ഡ് ആയിട്ടുണ്ടായിന്. പക്ഷേ ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേൾക്കാൻ വേണ്ടിയിട്ട്. 2-3 കോട്ടിംഗ് ഒന്നും ഉണ്ടായിട്ടില്ലേനും, പക്ഷെ നല്ല രസം ഉണ്ടായി. അപ്പോൾ ഇത്ര മാത്രമേ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ നാളെ കാണാം.